വാസ്തുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഹോം ടിപ്സ്. വീട്ടുമുറ്റത്ത് പേയ്മെന്റ് ടൈൽസ് വിരിക്കുക ഇന്നൊരു ട്രെൻഡാണ്. അതിന്റെ ഗുണദോഷങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഹോം ടിപ്സിൽ. കേൾക്കുക. നമ്മുടെ വീടിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ആ വീടിന് കൂടുതൽ ആംബിയൻസ് നൽകാനോ അല്ലെങ്കിൽ നമ്മുടെ പുരയിടം കൂടുതൽ ഭംഗിയാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുക ആ മുറ്റം മുഴുവൻ പേവിൻ്റെയിലിട്ട് മനോഹരമാക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കാഴ്ചയിൽ വളരെ മനോഹരമാണ് ടൈലുകൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇന്ന് പേവിൻ്റെയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ടൈലുകളോ ഒക്കെ നമ്മുടെ മുറ്റങ്ങളിൽ വിരിക്കാറുണ്ട്. പക്ഷേ അതിൽ ഒട്ടും പരിസ്ഥിതിക്ക് യോജിക്കുന്ന ഒന്നല്ല ഈ പേവിൻ്റെയിലിൻ്റെ ഒരു രീതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ കോൺക്രീറ്റിലാണ്. പല വീടുകളും കോൺക്രീറ്റിലാണ്. മണ്ണ് വീടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കോൺക്രീറ്റ് തന്നെ ഒരു ചൂടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തും വീണ്ടും നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു ടൈൽസ് വിരിക്കുമ്പോൾ മൊത്തം ഒരു ആവി അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയെടുക്കുന്ന, നമ്മുടെ വീടിനെ ചുട്ടുപൊള്ളിക്കുന്ന അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു എഫക്റ്റ് നമ്മുടെ വീടിനകത്തും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലും ഉണ്ടാവും. വീടിന് ചുറ്റും പേയ്മെന്റ് ടൈൽസ് വിരിക്കുന്നതിന് പകരം അവിടെ ലോണോ ലാൻഡ്സ്കേപ്പ് ഗാർഡനോ നൽകുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടിന് ചുറ്റും ലഭിക്കും. നമ്മുടെ വീട്ടിലേക്ക് കാർ പോർച്ചിൽ വാഹനം കയറി വരുന്ന സ്ഥലത്ത് പേവിൻ്റെയിൽ നല്ലതാണ്. കാരണം അവിടെ മണ്ണോ ചെളിയോ ഉണ്ടെങ്കിൽ നമുക്ക് കാറ് കഴുകാനേ നേരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തും അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലും ഒക്കെ മണ്ണിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമെങ്കിൽ, ഇപ്പോൾ ഹാർഡ് സോയിലല്ല, ലൂസ് സാൻഡാണ് അല്ലെങ്കിൽ ചെളിയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പെയിൻ്റെയിലോ വെള്ളം ഊർന്നിറങ്ങുന്ന ടൈപ്പ് അല്ലെങ്കിൽ ജോയിൻ ഫ്രീ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള PCC ചെയ്തതിന് ശേഷം അതിന് മേളിൽ ടൈലൊട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തിരിക്കുന്ന ഒരു സംവിധാനമല്ലാതെ വെള്ളം ഊർന്നിറങ്ങാൻ സാധ്യതയുള്ള അത്തരം ടൈലുകളോ അല്ലെങ്കിൽ അകന്ന കല്ലുകളോ ഒക്കെ നിരത്തിക്കൊണ്ടുള്ള ഒരു കാർപോർച്ച് വരെ, നമുക്ക് ഗേറ്റ് മുതൽ കാർപോർച്ച് വരെ ഒരു അതിനു വേണ്ടി മാത്രമായ ഒരു കോൺക്രീറ്റ് പാത ഒരുക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ കെർബുകൾ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് നന്നായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് നല്ല തണുപ്പ് കിട്ടും, ചൂട് അല്ലെങ്കിൽ പുകച്ചിൽ കുറഞ്ഞിരിക്കും. അപ്പോൾ കാണാനും ഭംഗിയാണ്, നമുക്കൊരു ഗ്രീനിഷ് കളർ കിട്ടുന്നു. മറ്റൊന്നുള്ളത്, സാധാരണ കംപ്ലീറ്റ് പേവിൻ്റെയിൽ വിരിച്ചിട്ടുള്ള വീടുകളിൽ, ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ കാർപോർച്ച് തുടങ്ങി ഗേറ്റ് വരെ കംപ്ലീറ്റ് ഏരിയയിൽ ഒരു പുല്ല് പോലും വെക്കാതെ കംപ്ലീറ്റ് പേവിൻ്റെയിലിട്ട് മനോഹരമാക്കിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലായാലും റോഡിൽ നിന്നായാലും പൊടികൾ മുഴുവൻ ഈ ടൈലിൽ വന്ന് വീഴുന്നത്. അപ്പോൾ നമ്മളത് കാണുന്നില്ല. പക്ഷേ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ ഇത് പൊടിയായിട്ട് പറന്ന് നമ്മുടെ വീടിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, വീടിനകത്തുള്ള എല്ലാ ഫർണിച്ചറുകളിലും പെട്ടെന്ന് പൊടിയാവും. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ചെറിയ കാറ്റിന് ഈ പൊടി അല്ലെങ്കിൽ മണ്ണ്, നമ്മുടെ വണ്ടി ഓടി വരുമ്പോൾ ടയറിൻ്റെ അടിയിലുള്ള മണ്ണുകൾ, ചെറിയ ചരൽ പോലത്തെ പൊടി മണ്ണുകൾ, ഇതൊക്കെ പറന്ന് നമ്മുടെ വീടിനകത്ത് നമ്മൾ അറിയാതെ കയറുന്നുണ്ട്. അതേസമയത്ത് അവിടെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പുല്ല് വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ലോൺ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ തട്ടി നിൽക്കും. അതിൻ്റെ നമ്മുടെ വീട്ടിലോട്ട് പറന്നു വരുന്ന ഒരു ഇതുണ്ടാവില്ല. രണ്ടാമത്, ഇനി അഥവാ പൊടി ഒരു പറന്നു വന്നു കഴിഞ്ഞാൽ ഈ പുല്ലിൽ തട്ടി അതിൻ്റെ താഴോട്ട് വീഴുകയാണ് സാധാരണ ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ അഥവാ നനയ്ക്കുന്ന സമയത്ത് ഇത്തരം പൊടികളെല്ലാം അതിൽ തന്നെ അലിഞ്ഞു ചേരും. പിന്നെയുള്ളത്, നനയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനൊരു നല്ല കുളിർമ നൽകും. ഇടയ്ക്ക് നമ്മുടെ ഒരു വീടിന് പുറത്തിറങ്ങിയിരിക്കാനുള്ള ഒരു ആക്ടിവിറ്റി. മറ്റത് ചൂടാണ്, വീടിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് 5 മണിക്ക് ശേഷം പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ടൈലിൻ്റെ ചൂട് മാറിയിട്ടുണ്ടാവില്ല. അതേസമയത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിനടുത്ത് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കൊരു നല്ല വീടിനൊരു അന്തരീക്ഷം ഒരുക്കാൻ സാധിക്കും. അതുപോലെ ചില ഏരിയയിൽ പലരും പറയുന്നത് ലോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, നടപടിയില്ല. അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ബഫല്ലോ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പുല്ല് വളരെ ഭംഗിയായിട്ട് നിരത്തി പിടിപ്പിച്ചിട്ടുള്ള നല്ല വീടുകളുണ്ട്. അപ്പോൾ അതിന് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, അതിൽ ചെതൽ കയറില്ല, നമ്മൾ വളമിടണ്ട, യൂറിയ അങ്ങനെയുള്ള ഒരു സാധനവും ഇടണ്ട. തന്നെത്താൻ നമ്മുടെ ഒരു രീതിക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്ന് വെട്ടി നിർത്തുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒരു മുയലിനെ വളർത്തിയാൽ അതിന് തിന്നാനൊരു പുല്ലോ ഒക്കെ അല്പം കൂടെ മനോഹരമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്നത്തെ എപ്പിസോഡ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വീട് നിർമ്മാണം സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ ആരായാനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ. വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീട് നിർമ്മാണം സംബന്ധിച്ച കൂടുതൽ വിശേഷങ്ങളുമായി വാസ്തു ഇനി വീണ്ടും എത്തും. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതിനായി കാത്തിരിക്കുക. നന്ദി.